नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 64. ഭഗവാൻ ബലരാമൻ വൃന്ദാവനം സന്ദർശിക്കുന്നു. പേജ് നമ്പർ 634. അപ്പോൾ മറ്റൊരു ഗോപി പറഞ്ഞു തുടങ്ങി, പ്രിയപ്പെട്ട ചങ്ങാതി, വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ കൃഷ്ണൻ അതിസമർത്ഥനാണ്. ആ കലയിൽ അവനോട് മത്സരിക്കാൻ ആർക്കുമാവില്ല. ഏതു പെണ്ണിൻ്റെയും ഹൃദയത്തെ വഴിതെറ്റിക്കാൻ പറ്റുന്ന വിധത്തിൽ വർണ്ണാഭമായ വാക്കുകൾ നിർമ്മിക്കാനും മധുരമായി സംസാരിക്കാനും അവനു കഴിയും. അതിനു പുറമെ അത്യാകർഷകമായി പുഞ്ചിരിക്കാനുള്ള കലയും അവൻ വിദഗ്ധമായി സ്വായത്തമാക്കിയിരിക്കുന്നു. ആ ചിരി കാണുമ്പോൾ സ്ത്രീകൾ അവൻ്റെ പിറകെ ഭ്രാന്തരായി പായും. ഒരു സങ്കോചവുമില്ലാതെ അവരെ തന്നെ പൂർണ്ണമായി അവനു സമർപ്പിക്കുകയും ചെയ്യും. ഇത് കേട്ടു മറ്റൊരു ഗോപി പറഞ്ഞു, പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, കൃഷ്ണനെ കുറിച്ച് സംസാരിച്ചിട്ടെന്തു കാര്യം? വെറുതെ സംസാരിച്ചു സമയം കളയാനാണ് താത്പര്യമെങ്കിൽ നമുക്ക് മറ്റു വല്ല വിഷയത്തെയും കുറിച്ചു സംസാരിക്കാം. ക്രൂരനായ കൃഷ്ണനു നമ്മളെ കൂടാതെ സമയം പോക്കാനാകുമെങ്കിൽ കൃഷ്ണനെ കൂടാതെ നമുക്കും സമയം പോക്കിയാലെന്താ? നമ്മെ കൂടാതെ കൃഷ്ണൻ വളരെ സന്തോഷത്തോടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു. പക്ഷേ അവനെ കൂടാതെ നമുക്ക് ദിവസങ്ങൾ തള്ളി നീക്കാനാവുന്നില്ലെന്നതാണ് സത്യം. ഗോപിമാർ ഈ രീതിയിൽ സംസാരിക്കുന്നതിനിടയിൽ കൃഷ്ണനെ ചൊല്ലിയുള്ള അവരുടെ വികാരം തീവ്രമായി. ഒപ്പം കൃഷ്ണൻ്റെ പുഞ്ചിരി, കൃഷ്ണൻ്റെ പ്രേമവചനങ്ങൾ, കൃഷ്ണൻ്റെ ആലിംഗനം എന്നിവയെല്ലാം അവർക്കപ്പോൾ അനുഭൂതമാവുകയും ചെയ്തു. പരമാനന്ദാനുഭൂതിയുടെ ശക്തി കൊണ്ട് കൃഷ്ണൻ അവിടെ എത്തി തങ്ങളുടെ മുന്നിൽ നൃത്തം ചെയ്യുന്നതായി അവർക്കു തോന്നി. കൃഷ്ണനെ കുറിച്ചുള്ള മധുര സ്മരണയിൽ അവർക്കു കണ്ണീർ തടയാനായില്ല. ഒരു കാരണവുമില്ലാതെ അവർ കരയാൻ തുടങ്ങി. ഗോപിമാരുടെ പരമാനന്ദാനുഭൂതിയെക്കുറിച്ചു ഭഗവാൻ ബലരാമനു മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതു തീർച്ച. അതിനാൽ അവരെ ശാന്തരാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അഭ്യർത്ഥന നടത്തുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. അതിനാൽ ഗോപിമാരോട് ബഹുമാനപൂർവം പെരുമാറി. ഗോപിമാർക്കു സംതൃപ്തിയാകുമാറ് തന്ത്രപൂർവം അദ്ദേഹം കൃഷ്ണന്റെ കഥ വർണ്ണിക്കാൻ തുടങ്ങി. വൃന്ദാവനത്തിലെ ഗോപിമാരെ സംതൃപ്തരാക്കാൻ വേണ്ടി ചൈത്രം, വൈശാഖം എന്നീ 2 മാസം, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം മുഴുവൻ തുടർച്ചയായി അവിടെ താമസിച്ചു.
ആ 2 മാസവും അദ്ദേഹം അവരോടൊപ്പം തന്നെയായിരുന്നു. അവരുടെ ദാമ്പത്യ പ്രേമത്തിനുള്ള അഭിലാഷം പൂർത്തീകരിക്കുവാൻ രാത്രി മുഴുവൻ വൃന്ദാവനത്തിലെ കാടുകളിൽ തന്നെ അദ്ദേഹം അവരോടൊപ്പം കഴിച്ചുകൂട്ടി. ഇപ്രകാരം ഈ 2 മാസക്കാലം ബലരാമനും ഗോപിമാരോടൊത്തു രാസനൃത്തം നടത്തി. ഹരേ കൃഷ്ണ.